പാട് ഇപ്പോഴുമുണ്ട്. ഓർമ്മകൾ പങ്കുവെച്ച് മമ്മൂട്ടി. ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കുമ്പോൾ ചെറിയൊരു കാര്യം പറയുകയാണ്. മറ്റൊന്നുമല്ല, നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം. കൂടാതെ നോട്ടിഫിക്കേഷനായി താഴെ കാണുന്ന ബെൽ ബട്ടൺ കൂടി അമർത്തണമെന്ന് പറയേണ്ടതില്ല, ഓട്ടോമാറ്റിക് ആണ്. എങ്കിലും ഒന്ന് ശ്രദ്ധിക്കുക, നമ്മളുടെ ആ ഒരു നോട്ടിഫിക്കേഷൻ കൃത്യമാണോ എന്ന്. വീഡിയോയിലേക്ക് കിടക്കാം. ആ പാട് ഇപ്പോഴുമുണ്ട്. ഓർമ്മകൾ പങ്കുവെച്ച് മമ്മൂട്ടി. മമ്മൂട്ടി തന്റെ ഓർമ്മകൾ പങ്കുവെക്കുകയാണ്. ആ വാൾ എന്റെ തുടയിൽ കുത്തിക്കേറി, ഒരുപാട് മുറിഞ്ഞു. ആ പാട് ഇപ്പോഴുമുണ്ട്. തന്റെ വടക്കൻ വീരകഥ എന്ന സിനിമയെക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവെച്ച് മമ്മൂട്ടി എത്തിയിരിക്കുകയാണ്. മലയാളത്തിലെ കാലത്തെയും ക്ലാസിക് ചിത്രങ്ങളിലൊന്നായ ഒരു വടക്കൻ വീരകഥ റിലീസ് ചെയ്തിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം. MT വാസുദേവൻ നായരുടെ തിരക്കഥയിൽ ഹരിഹരൻ സംവിധാനം ചെയ്ത ഈ ചിത്രം 1989 റിലീസ് ചെയ്യപ്പെട്ടത്. ചിത്രം കഴിഞ്ഞ ദിവസം റിലീസ് ചെയ്യപ്പെടുകയുണ്ടായി. അത് വളരെയധികം ആളുകൾ ഏറ്റെടുക്കുന്ന കാഴ്ച കൂടി കാണുകയാണ്. ഇതിനിടെ മമ്മൂട്ടിയും രമേശ് പിഷാരടിയും ചേർന്ന് നടത്തിയ ഒരു അഭിമുഖത്തിന്റെ ഒരു ഭാഗം ഈ ഒരു രീതിയിൽ ശ്രദ്ധ നേടുന്നത് നമ്മുടെ കൺമുന്നിൽ പെട്ടു. സിനിമയുടെ ചിത്രീകരണ സമയത്തെ ഓർമ്മകൾ പങ്കുവെക്കുകയാണ് നമ്മുടെ സ്വന്തം മമ്മൂക്ക. വാൾപ്പയറ്റിനിടെ തന്റെ തുടയിൽ ഒരു വാൾ തുളഞ്ഞു കയറിയതിനെ കുറിച്ചാണ് മമ്മൂക്ക രമേശ് പിഷാരടിയോട് പറയുന്നത്. കളരി അഭ്യാസവും കുതിരഭ്യാസവും ഒക്കെ പഠിക്കണമെങ്കിൽ മാസങ്ങളോളം പരിശീലനം നടത്തിയേ പറ്റൂ. നമ്മൾ സിനിമയിലെ ഷോട്ടുകൾ മാത്രമാണ് അഭിനയിക്കുന്നത്, അല്ലാതെ വലിയൊരു കളരി അഭ്യാസം പൂർണ്ണമായും ചെയ്യുന്നില്ല. തെറ്റിപ്പോയാൽ തിരുത്തി അഭിനയിക്കാനും പറ്റും. വാൾപ്പയറ്റിനിടെ തന്റെ തുടയിൽ ഒരു വാൾ തുളഞ്ഞു കയറിയതിനെ കുറിച്ച് ആ ഒരു അഭിമുഖത്തിനിടെ പറഞ്ഞത് ആരാധകർക്ക് വലിയ രീതിയിൽ തന്നെ ആവേശമുണ്ടാക്കിയ ഒരു കാഴ്ചയാണ്. കാരണം മമ്മൂക്ക എന്ന താരം ഒരുപാട് മനോഹരമായ രീതിയിൽ തന്നെ ആ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കിടിലൻ ഗ്രൂപ്പുകളില്ലാത്ത രംഗങ്ങൾ അക്കാലഘട്ടത്തിൽ അദ്ദേഹം ചെയ്തു വെച്ചിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന സിനിമ കൂടിയാണിത്. ഒരുപാട് ശരീരം മുറിഞ്ഞ വേദനിച്ച ഒരു സിനിമ തന്നെയായിരുന്നു. ഒരുപാട് പേര് ആകാംക്ഷയോടെ മുൾമുനയിൽ നിർത്തി തിയേറ്ററിൽ കയറ്റിയ ചതിയൻ ചന്തുവിന്റെ കഥ പറഞ്ഞ ഒരു വടക്കൻ വീരഗാഥ. സിനിമയിൽ അതിന്റെ ചുവടുകളും ശൈലികളും ആറ്റിറ്റ്യൂഡും മതി. ആ കാലത്തൊക്കെ ചെയ്യാൻ ധൈര്യമുണ്ട്. എല്ലാ ചാട്ടവും ഓട്ടവും ഒക്കെ അതിൽ ഒറിജിനൽ തന്നെയാണ്. അതിൽ ഉപയോഗിച്ചിരുന്ന എല്ലാ വാളുകളും മെറ്റൽ തന്നെയായിരുന്നു. നല്ല ഭാരവും ഉണ്ടായിരുന്നു. ചാടി ഒരു വാൾ പിടിക്കുന്ന ഒരു രംഗമുണ്ട്. തെറിച്ചു പോകുന്ന വാൾ ചാടി പിടിക്കണം. എല്ലാ പ്രാവശ്യവും ചാടുമ്പോൾ ആ വാൾ പിടികിട്ടില്ല. ഒരു പ്രാവശ്യം ആ വാളിന്റെ തുടയിൽ കുത്തിക്കേറി നല്ലവണ്ണം മുറിഞ്ഞു, വേദന എടുത്തു. ഷൂട്ടിംഗ് ഒന്നും മുടങ്ങിയില്ല. പക്ഷേ കാണാൻ പറ്റാത്ത സ്ഥലത്തായതുകൊണ്ട് ആ പാട് ഇപ്പോഴുമുണ്ട്. വാൾ കൊണ്ട് പരിക്കുണ്ടായിട്ടും ആർക്കും പരാതിയൊന്നും ഉണ്ടായില്ല. കാരണം ഇതൊക്കെ ഉണ്ടാവുമെന്ന് അറിഞ്ഞു തന്നെയാണല്ലോ നമ്മൾ വരുന്നത്. കുതിര വീഴും, കുതിര ചാടും, കുഴപ്പങ്ങൾ ഉണ്ടാക്കും. നമ്മൾ കുതിരയുമായിട്ട് പൊരുത്തപ്പെടാൻ കുറെ സമയമെടുക്കും. കുതിരയ്ക്ക് അറിയാം നമ്മൾ പരിചയമില്ലാത്തവരാണെന്ന്. പക്ഷേ ആ സിനിമയുടെ ഷൂട്ടിംഗ് ഉത്സവ പ്രതീതിയായിരുന്നു. ഒത്തിരി ആളുകളും ആനയും ഒക്കെയായി എന്നാണ് മമ്മൂട്ടി ആ ഒരു അഭിമുഖത്തിനിടെ പങ്കുവച്ചിരിക്കുന്നത്. ഏതായാലും മമ്മൂട്ടിയുടെ ഈ ഒരു തുറന്നു പറച്ചിൽ അദ്ദേഹത്തിന്റെ ആരാധകർക്ക് മാത്രമല്ല, അദ്ദേഹത്തിന്റെ വിരോധികൾക്ക് പോലും ഞെട്ടലുളവാക്കുന്ന ഒരു വാർത്ത തന്നെയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.